Hello everyone. Good evening, good morning, good afternoon from wherever you're watching us. So ഞങ്ങൾ വീണ്ടും ഒരു ഗ്രൂപ്പായിട്ട് ഒരു ലൈവ് വന്നേക്കുന്നതിന് ഇന്ന് മൺഡേ ആണ് ഇൻ കാനഡ ആൻഡ് യു എസ് ആൻഡ് ട്യൂസ്ഡേ അല്ലേ നിങ്ങൾക്ക് അവിടെ ട്യൂസ്ഡേ ആയിട്ടുണ്ട് അല്ലേ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അപ്പൊ so wherever you're watching us thank you so much for supporting our lives and thank you for watching the replay or if you're watching live thank you so much. സോ ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒത്തിരി ആളുകൾക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും ഓൺലൈൻ ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ആദ്യം വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു MLM ആണോ അല്ലെങ്കിൽ ഇതൊരു പിരമിഡ് സ്കീമാണോ എന്നൊക്കെയാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഫസ്റ്റ് തോട്ട് വന്നത് അതാണ്. പക്ഷേ നമ്മുടെ ഈ ബിസിനസ് അങ്ങനെയുള്ള ഒരു ബിസിനസ് ഒന്നുമല്ല. സോ അതിനെക്കുറിച്ച് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കുറച്ച് വാല്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. നമുക്ക് അനു ഉണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന്, കാർത്തിക ന്യൂസിലാൻഡ്, ജിൻസി ആൻഡ് റിയ ആൻഡ് ഞാനും കാനഡയിൽ നിന്നാണ്. സോ വെൽക്കം എവ്രി വൺ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിലും റിയനോട് ചോദിക്കാം. റിയക്ക് എന്തെങ്കിലും വാട്ട് യു തിങ്ക്, ആരെങ്കിലും റിയനോട് ഇത് MLM ആണോ അല്ലെങ്കിൽ ഇതൊരു പിരമിഡ് സ്കീം ആണോ എന്നൊക്കെ ചോദിച്ചാൽ വാട്ട് യു തിങ്ക്, വാട്ട് കൈൻഡ് ഓഫ് ആൻസർ യു മൈറ്റ് ഗിവ്? താങ്ക്സ് മെലീന. ഹായ് ഓൾ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു 16-18 ഇയേഴ്സ് ബിഫോർ ആണ് ഞങ്ങൾ കാനഡയിൽ വന്ന് ഒരു 2-3 വർഷമായിട്ടുള്ളൂ. ഞങ്ങളൊരു ഫ്രണ്ട് വീട്ടിലേക്ക് വിളിച്ചു, നല്ല ഒരു പാർട്ടിക്ക്. അത് നല്ല അടിപൊളി പാർട്ടി ആയിരുന്നു. കുറെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു മിനിമം 8-10 ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി കഴിഞ്ഞ് ഫ്രണ്ട് ഒരു ബിഗ് ബോക്സ് ഓഫ് ഹൗസ് ഹോൾഡ് ഐറ്റംസ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഐറ്റംസ് തന്നെയാണ്, പക്ഷെ എക്സ്പെൻസീവ് ഐറ്റംസ്. അപ്പോൾ എല്ലാവർക്കും തന്നിട്ട് പറഞ്ഞ് അവരൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എല്ലാവരും വാങ്ങിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം പാർട്ടി കഴിഞ്ഞു, നമ്മുടെ ഫ്രണ്ടാണ്, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഞങ്ങളൊക്കെ വാങ്ങിച്ചു. ഓക്കെ. പിന്നെ അറിഞ്ഞത് അവരൊരു ആ ബിസിനസ്സിൽ അവർക്കൊരു മന്ത്ലി കോട്ടയും സെയിൽസ് ടാർഗറ്റ് ഒക്കെ അവർ മന്ത് മീറ്റ് ചെയ്യണം. അപ്പം ഓക്കെ, നമ്മൾ വാങ്ങിച്ചു. പിന്നെ അടുത്ത മന്ത് ഞങ്ങളോട് ചോദിച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഏതായാലും ഒരു പ്രാവശ്യം വാങ്ങിച്ചില്ലേ എന്ന് പറഞ്ഞു. പിന്നെ അറിഞ്ഞത് അവർ ആ ബിസിനസ് പിന്നെ വിടേണ്ട വന്നു. അവരെ ഫോഴ്സ്ഫുള്ളി, എല്ലാ കാലത്തും പാർട്ടി നടത്താൻ പറ്റില്ലല്ലോ, എല്ലാ മാസവും പാർട്ടി നടത്താൻ പറ്റത്തില്ല. ഫോഴ്സ്ഫുള്ളി ആയിട്ട് സെയിൽ, അതൊരു ഫോഴ്സ്ഫുൾ സെയിലായിരുന്നു, ഞങ്ങൾ വാങ്ങിക്കട്ടെ വന്നതാണ്, അപ്പൊ അങ്ങനെയൊന്നും നടത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവരും അത് വിട്ടു, ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ശരിക്കും എന്നേരൊന്നും ഞങ്ങൾക്ക് ഈ MLM എന്നുള്ള ടേമൊന്നും അന്നേരം കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അടുത്താണ് ഞാൻ ഈ MLM എന്നുള്ള ടേം കേട്ടത്. അപ്പൊ ഇപ്പൊ എനിക്കറിയാം അതൊരു MLM ആയിരുന്നു അവർ ചെയ്തത് എന്നുള്ളത്. ഞാൻ ഈ MLM ശരിക്കും കേട്ടത് ഞാൻ ഈ ബിസിനസിനെ പറ്റിയിട്ട് അറിഞ്ഞപ്പോഴാണ്. ഇപ്പൊ ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനോട് ചോദിച്ചായിരുന്നു, ഡീറ്റെയിൽ ഒക്കെ അവന് കൊടുത്തിട്ട് അവനോട് ഞാൻ പറഞ്ഞു, നീ ഒന്ന് നോക്ക്, ഇത് നല്ലതാണോ എന്നുള്ളത്. അവന് കുറച്ച് ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ട്, MBA ഗ്രാജുവേറ്റ് ആണ്, അപ്പൊ കുറച്ചറിയാം. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ കണ്ടിട്ട് ഓക്കെ ആണ്, പക്ഷെ ജസ്റ്റ് മേക്ക് ഷുവർ, ദീദി എന്നാ വിളിക്കുക, ദീദി ജസ്റ്റ് മേക്ക് ഷുവർ ദിസ് ഇസ് നോട്ട് MLM. വിത്ത് MLM യു നീഡ് ടു ഗോ ബിഹൈൻഡ് ഫ്രണ്ട്സ് ടു ബൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു. അപ്പാണ് ഞാൻ മെലീനോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസിൽ ഇതും ഉണ്ടായിരുന്നു, MLM പരിപാടികളൊക്കെ ആണോ എന്നുള്ളത്. എനിക്ക് ആ സമയത്താണ് ഞാൻ MLM-നെ പറ്റിയിട്ടും ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞതും. ഞാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, മെലീനയും പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ആ ഇൻവെസ്റ്റിഗേഷനിൽ എനിക്ക് മനസ്സിലായത് ഇതൊരു സ്ട്രേറ്റ് ഫോർവേഡ് ബിസിനസ് ആണ്, നോട്ട് അൺലൈക്ക് MLM. സ്ട്രേറ്റ് ഫോർവേഡ് ബിസിനസ് ആണ്, ലീഗൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്, ടാക്സബിൾ ബിസിനസ് ആണ്, ട്രാൻസ്പാരന്റ് ആണ്. ഇതിലെ സക്സസ് നമ്മുടെ ഓൺ സ്ട്രാറ്റജിയും നമ്മുടെ ഓൺ വർക്കിംഗ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ ആക്റ്റീവ് ആയിരിക്കണമെങ്കിൽ നമ്മൾ റെഗുലർലി മന്ത്ലി സെയിൽസ് കോട്ടയും മന്ത്ലി ടാർഗറ്റൊന്നും മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ നമ്മുടെ ഒരു റാങ്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ലൈഫ് ലോങ് സ്റ്റേബിൾ ആണ്. നമ്മളിപ്പോൾ 1 ടൈം കമ്മീഷനാണ് ആദ്യം കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ 3 സെയിലൊക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ടൈംസ് കമ്മീഷൻ, 10 സെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ടൈംസ് കമ്മീഷൻ, അങ്ങനെ പോകും. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മുടെ സെയിൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ലെവലും റാങ്കും അവിടെ കീപ്പ് ചെയ്യാണ്. അതൊരു MLM ആയിട്ട് നേരെ ഓപ്പോസിറ്റ് വേ ആണത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആകെ ഒരു കൺഫ്യൂഷൻ ഇവിടെ വരുന്നത്, ഞങ്ങളിപ്പം ബിസിനസ് പേജിൽ വന്നിട്ട് എന്നോട് ഒരു ഫ്രണ്ട്, 2 ഫ്രണ്ട്സ് കഴിഞ്ഞ ഒരു പാർട്ടിക്ക് ചോദിച്ചായിരുന്നു ഇത് MLM ബിസിനസ് ആണോ എന്നുള്ളത്. അപ്പൊ അവരുടെ കൺഫ്യൂഷൻ വന്നത്, ഞങ്ങൾ ബിസിനസ് പേജിൽ പോയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള ബിസിനസ്, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ
വരാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്, റിക്രൂട്ട്മെന്റ് ആണോ ഇതിലുള്ളത്. അപ്പൊ അവരൊക്കെ കേട്ടിട്ടുണ്ട് MLM-ൽ ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ ശരിക്കും അതല്ല, ഇത് നേരെ ഓപ്പോസിറ്റ് വേ ആണ്. ഞാനിപ്പം ഒരു കമ്പാരിസൺ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ IT കമ്പനി വെൽ റെപ്യൂട്ടഡ് കമ്പനിയാണ്. അവിടെയും റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഏകദേശം ഇതുപോലെ തന്നെയാണ്. അവിടെ ഒരു പൊസിഷൻ വരുന്നത് ഒരു കൊല്ലത്തില്, വർഷത്തിലോ ഒന്നോ അല്ലെങ്കിൽ 6 മാസത്തിലോ ഒന്നോ ആണ്. അങ്ങനെ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ റിക്രൂട്ട് ചെയ്യുന്നത്, അവരത് അഡ്വർടൈസ് ചെയ്യും. ഇതുപോലെ തന്നെ ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് തന്നെയാണ് നടക്കുന്നത്. അവർ ഓൺലൈൻ റിക്രൂട്ടേഴ്സിന് കൊടുക്കും, അല്ലെങ്കിൽ HR നേരിട്ട് ലിങ്ക്ഡിനൊക്കെ പോസ്റ്റ് ചെയ്യും. അതും ഈ ഓൺലൈൻ റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെ മൂന്നാമത്തെ മെത്തേഡാണ് എംപ്ലോയി റെഫറൽ പ്രോഗ്രാം. അതാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പം ഒരു നമ്മുടെ ത്രൂ ഒരാള് ഇതിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ട്രസ്റ്റഡ് ആണ് അത്. നമ്മൾ ഓൾറെഡി ഉള്ള ഒരു എംപ്ലോയിക്ക് അറിയുന്ന ഒരാളാണ് അയാൾ റെഫർ ചെയ്തത്. അപ്പൊ അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അതാണ്. ഇനി ഞാൻ റെഫർ ചെയ്ത ആളാണ് അവരെടുത്തിട്ടുള്ളതെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് നല്ലൊരു ജോബ് കിട്ടി, ഇൻകം കിട്ടി, ഞാൻ റെഫർ ചെയ്തായിട്ട്, പ്ലസ് എനിക്ക് പെർഫോമൻസ് പോയിന്റ്സും കിട്ടും, ബോണസും കിട്ടും. നല്ല കാര്യമായിട്ടുള്ള ബോണസാണ്. 5,000 ഒക്കെയാണ് ഒരു ബോണസ് എന്ന് പറയുന്നത്. അങ്ങനെ അപ്പം അതാണ് നമുക്ക് പെർഫോമൻസ് പോയിന്റ്സ് കിട്ടി, ബോണസും കിട്ടി. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇവിടെ ഓപ്പൺ പൊസിഷൻ ആണ്, മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആവുന്നതേ ഇല്ല. അതുപോലെ ഈ ഹൈ ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്കും ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ആൾക്കും ഫുൾ ട്രെയിനിങ് തന്ന് ചെയ്യുന്ന ബിസിനസ്സാണ്. അപ്പൊ ആ ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആവാനുള്ള ട്രെയിനിങ് ഒക്കെ നടത്തുന്നവരെ ആ സമയത്ത് ഞങ്ങൾക്ക് അതുകൊണ്ട് നമുക്ക് ഒരു പോയിന്റ്സ് കിട്ടി, ഞങ്ങളുടെ കമ്മീഷൻ സ്ട്രാറ്റജി ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആവും. മീൻസ് ഞങ്ങൾക്കും ഒരു എക്സ്ട്രാ ഇൻകം സ്ട്രീം കിട്ടി അതിന്. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ആ കൺഫ്യൂഷന് ആവശ്യമില്ലാന്നാണ് ഞാൻ ഇപ്പൊ നിങ്ങള് അതെ താങ്ക് യു റിയ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ നിങ്ങൾ കേട്ടത് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. സാധാരണ ഞാൻ ഇപ്പൊ റിയ ഇത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ആ പോയിന്റ് ഒന്ന് എംഫസൈസ് ചെയ്യണമെന്നുണ്ട്. MLM-ലോ നമ്മളൊരു പിരമിഡിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അവർ ആദ്യം നമ്മളോട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു നീണ്ട ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കാനാണ് അവരുടെ ഫസ്റ്റ് കാര്യം അവർ പറയുന്നത് നമ്മളോട്, അതാണ്. അപ്പൊ അത് ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ അറിയേണ്ട ആവശ്യം പോലും ഇല്ല നമ്മളിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയെന്നോ ചെയ്യുന്നുണ്ടെന്നോ എന്നോ അങ്ങനെ ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും നമ്മുടെ പ്രൈവസി സെറ്റിംഗ്സ് ഒക്കെ കീപ്പ് ചെയ്ത് നമ്മുടെ ബിസിനസ് നമ്മുടേതായ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. വേറെ ആരും നമ്മളെ അറിയണ ആവശ്യം പോലും ഇല്ല. ഫ്രണ്ട് സർക്കിൾ, ഫാമിലി സർക്കിൾ, നമ്മുടെ കൊളീഗ്സ്, കോവർക്കേഴ്സ് ആരും തന്നെ അത് കാണാനോ അറിയാനോ പോകുന്ന ആവശ്യമില്ല. നമുക്ക് അതനുസരിച്ച് എല്ലാ സെറ്റിങ്സും ചെയ്യാം. പിന്നെ അവരുടെ പുറകെ നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് തരുന്ന ട്രെയിനിങ്സ് എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ട്രെയിനിങ്സ് ആണ്. നമ്മള് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഇന്റർനാഷണൽ ആയിട്ട് ഗ്ലോബൽ ആയിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടാം എന്നുള്ള ട്രെയിനിങ് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ഇതുപോലെ റിയ പറഞ്ഞ പോലെ പാർട്ടി നടത്തി ഫോഴ്സ്ഫുള്ളി നമ്മൾ അവരെ കൊണ്ട് അത് കാണിച്ചു, അവരെ പറഞ്ഞു മനസ്സിലാക്കി വാങ്ങിച്ച് അങ്ങനെ ഒന്നും ഇവിടെ ആരും നമ്മൾ ചെയ്യുന്നില്ല. വി ആർ ഓൾ ഡൂയിങ് ദ ടോപ്പ് ക്ലാസ് ട്രെയിനിങ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ താങ്ക് യു റിയ ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് റിയലി വാല്യൂ അല്ലെ. അപ്പൊ നമുക്കിനി അടുത്തത് നമുക്ക് ജിൻസിനോട് ചോദിക്കാം. ജിൻസിന്റെ ഒരു അഭിപ്രായം എന്താണ് ഇത്, അല്ലെങ്കിൽ ജിൻസിനോട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ ജിൻസി എന്തായിരിക്കും പറയാൻ പോണത്? താങ്ക്സ് മെലീന ചേച്ചി. ഹായ് ഓൾ. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ MLM ആവുമ്പോൾ എല്ലാവരുടെയും ഇങ്ങനെ പുറകെ നടക്കണം. ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ഓരോരുത്തരുടെ പുറകെ നടക്കണം. പ്രൊഡക്ട്സ് വാങ്ങാനും അവരെ ചേർപ്പിക്കാനായാലും നമ്മൾ പുറകെ നടക്കണം. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയും പുറകെ നടക്കുന്നില്ല. ആർക്കെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ബിസിനസ് ചെയ്യാം. അല്ലാതെ നമ്മളിങ്ങനെ പുറകെ ആരുടെയും നടക്കുന്നില്ല. അപ്പൊ MLM എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ പുറകെ നടക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല, ബിസിനസ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ട്. അപ്പൊ അവർ ചിലപ്പോൾ ഇവരെ കാണുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ അവർ നോക്കും. കാരണം ഇവര് ഇങ്ങനെ പുറകെ നടക്കൂലോ എന്ന് ഓർത്ത്. അപ്പൊ ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്പ് തന്നെ ഒരു ഇതാവുകയാണ്, സ്പോയിൽ ആവുകയാണ്. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ആരുടെയും പുറകെ നടക്കുന്നില്ല. ആർക്കെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ MLM-ത്തിൽ ട്രെയിനിങ്ങിനായാലും പൈസ കൊടുത്തിട്ടാണ് ട്രെയിനിങ് എടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ട്രെയിനിങ്, ഓരോ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് എല്ലാം നമുക്ക് പറയാം. അതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നതെല്ലാം. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബിസിനസിന് വേണ്ടി എന്തൊക്കെ നമ്മൾ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. അപ്പൊ നമ്മള്
കൊടുത്ത് നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ട് നമ്മൾ ഡെവലപ്പ് ആവുക. നമ്മൾ ഈ എങ്ങനെയാണ് ഒരു ബിസിനസ് ചെയ്യേണ്ടതെന്നുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു അറിവ് നമുക്ക് കിട്ടുന്നത്. വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പം MLM-ത്തിലാണെങ്കിൽ ഒരു സ്റ്റേബിൾ ഇൻകം അല്ല അതില്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ചേർപ്പിക്കുക, അവര് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവര് വർക്ക് ചെയ്താലാണ് നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാം അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പക്ഷെ നമ്മുടെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വർക്ക് ചെയ്താൽ നമുക്ക് പൈസ കിട്ടും, ആ ഒരു രീതിയാണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ ലെവൽ കൂടി നമ്മൾ വളരുക, നമ്മൾ പൈസ കൂടുതൽ കിട്ടും, അല്ലാതെ കുറഞ്ഞു പോകത്തില്ല. പക്ഷെ MLM-ത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ ഇപ്പൊ താഴെയുള്ളവർ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടത്തില്ല. എഗെയിൻ നമ്മളിപ്പോ ഒരു സർട്ടൻ ലെവലിൽ എത്തിയാലും പിന്നെയും നമ്മൾ താഴോട്ട് പോകുക. അപ്പൊ നമുക്കാണെങ്കിൽ പൈസ ആണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന താഴെയുള്ളവർ വർക്ക് ചെയ്താലാണ്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് പൈസ കിട്ടും. അപ്പൊ അതാണ് എനിക്ക് ജിൻസിയുടെ അഭിപ്രായം അല്ലേ? സോ താങ്ക് യു ജിൻസി, താങ്ക് യു ഫോർ ഷെയറിങ്. അപ്പൊ ജിൻസി പറഞ്ഞ ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് MLM അതുപോലത്തെ സംഭവങ്ങളിലൊക്കെ സ്റ്റെബിലിറ്റി കുറവാണ്. കാരണം എന്ന് വെച്ചാല് സ്റ്റെബിലിറ്റി ഇല്ല ആക്ച്വലി. കാരണം നമ്മൾ ഒരു കമ്പനിയിൽ പോയി ചേരുകയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ചേർത്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോയി 2-3 പേര് ചേർക്കുന്നു, അതിൽ 2-3 പേര് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ താഴെയുള്ള ആളുകളുടെ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും മുകളിൽ ഇരിക്കുന്ന എന്റെ അല്ലെങ്കിൽ എന്നെ പോലെ ആരെങ്കിലും ഒരാളുടെ ഒരു ഗ്രോത്ത് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ താഴെയുള്ള ആളുകളെ ഒന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ്സ്, നമ്മളുടെ ഗ്രോത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് പുറത്തുനിന്ന് ഇപ്പൊ കേൾക്കുമ്പോൾ അത്രയും ക്ലിയർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനുവേണ്ടിയാണ് നമ്മളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ചേക്കുന്നത്. അതായത് ആ 149 പേ ചെയ്തിട്ട് നിങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് MLM അല്ല, ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ബിസിനസ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഒരു സ്റ്റേജിലാണ്. അപ്പൊ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഔട്ട്ലൈൻ ആണ് ഞങ്ങളിപ്പോ ഈ ഒരു ലൈവ് സെഷനിലൂടെ ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ താങ്ക് യു ജിൻസി, താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ഇൻഫർമേഷൻ. അപ്പൊ നമുക്കിനി അടുത്തത് കാർത്തികിനോട് ചോദിക്കാം. കാർത്തികയുടെ അഭിപ്രായം എന്താണ്? താങ്ക് യു ചേച്ചി. ഹായ് ഓൾ. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാ പോയിന്റ്സും ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് MLM എന്താണ്, ഇത് MLM അല്ല എന്നുള്ള ഒരു സംഭവത്തെ കുറിച്ചിട്ട്. ആക്ച്വലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രൊഡക്റ്റും അക്യുമുലേറ്റ് ചെയ്ത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഇവിടെ അത് വാങ്ങിച്ചു വെച്ച് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എന്താണ് കുന്നുകൂട്ടി വെച്ചിട്ട് നമ്മൾ ആരോടും ഇത് വാങ്ങിക്കൂ എന്ന് ഇവിടെ പറയുന്നില്ല. ഇത് ആക്ച്വലി MLM എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ട്രാൻസ്പെറന്റ് അല്ല. നമ്മുടെ ബിസിനസ് പക്ഷെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ടാണ് ഇതിന് കറക്റ്റ് ആയിട്ട് ഓരോ പ്രോസസ്സ് ഉള്ളത്. അതായത് ആദ്യത്തെ പ്രോസസ്സ് നിങ്ങൾ ഫ്രീ വെബിനാർ വാച്ച് ചെയ്യുക. അപ്പൊ പോലും നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഇമെയിൽ അഡ്രസ്സും നിങ്ങളുടെ നെയിമും വെച്ചിട്ട് ഞങ്ങളുടെ സിസ്റ്റത്തിലോട്ട് രജിസ്റ്റർ ചെയ്ത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് വഴിയാണ് തരുന്നത്. സോ ഫസ്റ്റ് ഫ്രീ വെബിനാർ, പിന്നെ നിങ്ങൾ 149, അതും വിത്തിൻ 30 ഡേയ്സ് റീഫണ്ടബിൾ ആയിട്ടുള്ള ഒന്ന്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫർദർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുന്നെങ്കിൽ മാത്രം അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ഈ 149 എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആ ഒരു ഫീ തന്നെ വെച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും പല വീഡിയോസിലായിട്ട് പറയുന്നുണ്ട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർക്കാണെന്ന്. അത്രയും ട്രാൻസ്പെറൻസി തരുന്ന ഒരു ബിസിനസ് ആണ് നമ്മുടേത്. അപ്പം MLM എവിടെയും ആ ഒരു ട്രാൻസ്പെറൻസി തരുന്നില്ല. അത് എപ്പോഴും നമുക്ക് ഭയങ്കര ദുരൂഹതകളാണ്. MLM എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയുണ്ടാവും, ഭയങ്കരമായിട്ടുള്ള ആങ്ഷ്യസ് ആവും ആൾക്കാര്. ഇത് അത്തരത്തിലുള്ള ഒരു മെത്തേഡ് അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് ലെജിറ്റിമേറ്റ്. അവർ ബിസിനസ് ഇസ് 100% ലെജിറ്റിമേറ്റ്. കാരണം ഏതൊരു രാജ്യത്തും വളരെ ടാക്സബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ഇപ്പൊ ഞാൻ ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡ് ഗവൺമെന്റിന്റെ കീഴിൽ രജിസ്റ്റേർഡ് ആണ് എന്റെ ബിസിനസ്. എനിക്കൊരു ബിസിനസ് നമ്പർ, നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവുമല്ലോ, ആ ഒരു നമ്പറും റിസീവ്ഡ് ആണ്. അപ്പം അത്തരത്തിൽ നമുക്ക് എവിടെയും രജിസ്റ്റേർഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള എന്താണ് പറയുന്ന പോലെ നമുക്ക് റിക്രൂട്ട്മെന്റും ഇല്ലാതെ ഒരു പ്രൊഡക്റ്റ് ഒന്നും അക്യുമുലേറ്റ് ചെയ്ത് ആരെയും വിളിച്ച് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അത്തരത്തിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലെജിറ്റ് ആയിട്ടുള്ള കറക്റ്റ് പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് ഞങ്ങളുടെ ബിസിനസ് മോഡൽ. ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതെ, താങ്ക് യു കാർത്തിക, താങ്ക് യു സോ മച്ച്. ഇപ്പൊ കാർത്തിക പറഞ്ഞ പോലെ നമ്മൾ ഈ 149 വെച്ചേക്കുന്നത് തന്നെ ഒരു പ്രോപ്പർ സ്ക്രീനിങ് പ്രോസസ്സിനാണ്. കാരണം MLM പോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേഗം നിങ്ങൾ ചേർത്ത് അടുത്ത ആളുടെ പുറകെ പോയാൽ മതി. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾ ഈ ബിസിനസ്സിൽ ജെന്യൂൻ ആയിട്ട് ഇൻട്രസ്റ്റഡ് ആണ്, ഈ ബിസിനസ്സിൽ വന്നാലും നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട് കിട്ടും, എന്തൊക്കെ സിസ്റ്റം കിട്ടും, ഏതൊക്കെ രീതിയിലാണ് ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് നിങ്ങളുടെ കോച്ചിനായിട്ട് ഒരു 1-on-1 സൂം കോളും കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ബിസിനസ് ഓണർ ആകുന്നുള്ളൂ ഇവിടെ. അല്ലാണ്ട് ചുമ്മാ ഒരാളെ
കയറ്റി അത് അടുത്ത ആളുടെ പുറകെ പോയി, അങ്ങനെ ആരുടെയും പുറകെ പോകുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ നേരത്തെ റിയ പറഞ്ഞ ഒരു കാര്യം കൂടി വേണം, നമ്മളിവിടെ ആരെയും ഡെമോ കാണിച്ച് അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും ഈ സാധനങ്ങൾ കൊണ്ട് നടന്ന് കാണിച്ച് അങ്ങനെയും നമ്മളിവിടെ ചെയ്യുന്നില്ല. കാരണം അതിനൊക്കെ നമുക്ക് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം തന്നെ നമുക്ക് വേണ്ടി അതെല്ലാം ചെയ്തോളും. എല്ലാ ബിഹൈൻഡ് ദ വർക്ക് ചെയ്യുന്ന, അതായത് സെല്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. അതാണ് നമുക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ 80 to 90% കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഈ ഫൺ പാർട്ടാണ്, ദ അഡ്വർടൈസിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അട്രാക്ഷൻ മാർക്കറ്റിംഗ്, വാട്ട് എവർ യു ക്യാൻ കോൾ ഇറ്റ്. ഏറ്റവും ഫൺ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ ആസ് ബിസിനസ് ഓണേഴ്സ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അനുവിനോട് ചോദിക്കാം, അനുവിന്റെ അഭിപ്രായം എന്താണ്? ഹൈ അനു. Hi everyone, thank you ചേച്ചി for having me here. So first of all എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇതൊരു MLM ആയിരുന്നെങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എനിക്ക് ആൾക്കാരുടെ പിറകെ നടന്ന് ഓരോ ആൾക്കാരെ കണ്ടുപിടിച്ച് റിക്രൂട്ട് ചെയ്ത് അല്ലെ അവരെ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള സമയം നമുക്കില്ല. നമ്മുടെ ബിസിനസിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അവരുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ബിസിനസ് സെറ്റ് ചെയ്തേക്കുന്നത്. ചേച്ചി മുന്നേ പറഞ്ഞ പോലെ നമുക്കൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഈ ഓട്ടോമേറ്റഡ് സിസ്റ്റം നമുക്ക് വേണ്ടിയുള്ള ഹെവി ലിഫ്റ്റിംഗ് ഓഫ് വർക്ക് ചെയ്തു തരും. അപ്പൊ നമ്മളൊരു ഫുൾ ടൈം വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും എന്നെ പോലെ ബിസി ആയിട്ടുള്ള ഒരു അമ്മയാണെങ്കിലോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ആർക്കും നമുക്ക് ആ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിനോട് ചേർന്ന് അല്ലെ നമുക്ക് തരുന്ന ട്രെയിനിങ്ങിന്റെ കൂടെ ഈ ബിസിനസ് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടില്ല ഒരു ഓൺലൈൻ ബിസിനസ്സിലൂടെ നമുക്കൊരു പെൻഷൻ വരെ കിട്ടാവുന്ന, അല്ലെങ്കിൽ ഇതൊരു ട്രാൻസ്ഫറബിൾ ആണ് നമ്മുടെ ചിൽഡ്രന് വേണ്ടി അല്ലെ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി. ഇതെല്ലാം ഒരു ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കണ്ടിന്യൂസ് ഒരു പ്രഷർ ഇല്ല. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ടാർഗറ്റ്സ് ഇല്ല, നമുക്ക് മന്ത്ലി ക്വാർട്ടേഴ്സ് ഇല്ല. ആ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഓൺ പേസിൽ ഈ ബിസിനസ് സിസ്റ്റം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ആണ്, പിന്നെ നമ്മുടെ ടൈം ഫ്രീഡം ആണ്. നമുക്ക് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഫാമിലിയുടെ കുറെ കാര്യങ്ങൾ, ഫാമിലി വാല്യൂസ്, ഫാമിലിയുടെ കൂടെയുള്ള ടൈം സാക്രിഫൈസ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. അപ്പൊ നമ്മൾ കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണെങ്കിൽ ഇത് നമ്മുടെ ഫാമിലിയുടെ കൂടെ ലൈഫ് സ്റ്റൈലിനോട് അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തുകൊണ്ട് ആർക്കും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രോസസ്സാണ്. സെല്ലിങ്ങോ വേറെ റിക്രൂട്ട്മെന്റ്സോ അങ്ങനത്തെ യാതൊരു സംഭവങ്ങളും ഇല്ല, ആർക്കും ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എനിക്കിതാണ് പറയാനായിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ അനു പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആരുടെ ലൈഫ് സ്റ്റൈലും ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ബിസിനസ് സെറ്റ് ചെയ്തേക്കുന്നത്. ആർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പോ മുറിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ അനു ആണെങ്കിലും അനുവിന്റെ മോനായിട്ട് ഇരുന്നാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മളെല്ലാവരും നമ്മുടേതായ ഒരു സൗകര്യത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇതിനു വേണ്ടി ഒരു പ്രത്യേക സെറ്റപ്പോ ഇൻവെന്റോറി ലോഡ് ചെയ്ത് നമ്മുടെ വീട് നിറച്ച് അല്ലെങ്കിൽ ഗറാജിലൊക്കെ ഇൻവെന്റോറി സ്റ്റോർ ചെയ്തോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. അതെല്ലാം നമുക്ക് വേണ്ടി നമ്മുടെ സിസ്റ്റവും നമ്മളായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസും ചെയ്തോളും. അതൊന്നും നമ്മൾ ആരും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൺ ആയിട്ടുള്ള ഒരു പാർട്ടാണ്, ദാറ്റ് ഇസ് ദ മാർക്കറ്റിംഗ് പാർട്ട്. ആൻഡ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിങ്സ്, വളരെ അടിപൊളിയായിട്ടുള്ള ട്രെയിനിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ദ സപ്പോർട്ട് സിസ്റ്റം, ദ കമ്മ്യൂണിറ്റി സപ്പോർട്ട് സിസ്റ്റം, എവറിത്തിങ് ഇസ് അവൈലബിൾ ഫോർ യു. സോ ഐ തിങ്ക് നമുക്ക് അതാണ് ഞങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ള വാല്യൂസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണോ? നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല ചേച്ചി, ഓൾമോസ്റ്റ് എല്ലാം ആഡഡ് ആണ്. നമ്മള് ടാക്സ്, ഒരു കാര്യം നമുക്ക് പറയാം, നമുക്ക് ടാക്സബിൾ ആണ്. നമ്മൾ എപ്പോ ഈ ബിസിനസ്സിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങുന്നു അന്ന് നമ്മുടെ ഗവൺമെന്റിന് ഗവൺമെന്റ് അല്ല, നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് ടാക്സ് സ്ലിപ്പ് കിട്ടി തുടങ്ങും. ഇപ്പൊ നമ്മൾ കാനഡയിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് T4A ആണ് കിട്ടുന്നത്. ബിക്കോസ് T4 ഇസ് ഫോർ എംപ്ലോയീസ്, T4A എന്ന് പറയുന്നത് ബിസിനസ് ഓണേഴ്സിനുള്ള ടാക്സ് സ്ലിപ്പാണ്. US എനിക്ക് തോന്നുന്നു W10 അങ്ങനെ എന്തോ ആണ്. പിന്നെ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അവർക്ക് ഏത് രാജ്യത്താണ്, UK, യൂറോപ്പിലുള്ള ഏത് രാജ്യത്തിലാണെങ്കിലും അവർക്ക് അവരുടേതായ ടാക്സ് സ്ലിപ്സ് കിട്ടിയിരിക്കും. അപ്പൊ അത് നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ കാണിച്ചേ പറ്റൂ. അപ്പൊ അതിനപ്പുറം ഒരു തെളിവ് നമുക്ക് ആവശ്യമില്ല. ദിസ് ബിസിനസ് ഇസ് ലെജിറ്റിമേറ്റ്ലി റണ്ണിങ് അണ്ടർ ദ ഗവൺമെന്റിന്റെ അറിവോട് കൂടെ നടക്കുന്ന ഒരു ബിസിനസ് ആണ്. സോ അതാണ് എനിക്ക് അവസാനമായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഓക്കെ, കാർത്തിക എന്തോ പറയണോന്ന് ഇല്ല, നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മളെപ്പോഴും പറയുന്നതാണ് ലെജിറ്റിമസി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് ആണ്. ഏതൊരു ബിസിനസ്സും MLM ഒക്കെ എത്രത്തോളം
എന്താണ് ലെജിറ്റ് ആണെന്നുള്ളത് പലർക്കും അതിന്റെ ആ ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ളത് കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം ഒരിക്കലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒന്നല്ല. നമുക്ക് ഒന്നിനെയും എന്താണ് നമുക്കത് കണ്ണടച്ച ഇൻകത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഹിയർ യു ക്യാൻ ഡെഫിനറ്റ്ലി ബിലീവ് ദിസ് സിസ്റ്റം. സച്ച് എ പവർഫുൾ സിസ്റ്റം ആണ് നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം 2-3 ആൾക്കാരുണ്ടായിരുന്നു അങ്ങനത്തെ ബിസിനസ്. പക്ഷെ അവർക്കൊന്നും 1 വർഷം വരെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. എത്ര കാലം അത് ഫോഴ്സ്ഫുള്ളി ആയിട്ട് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പലരെയും ഈ കണ്ടിട്ടുള്ളത് പറഞ്ഞ പോലെ MLMs ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇഫ് യു ആർ സോഷ്യലി ആക്റ്റീവ് ആണ്, നിങ്ങൾക്ക് ഓടി നടന്ന് എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തും ഫാമിലിയുടെ അടുത്തൊക്കെ ഓടിച്ചാടി വർത്താനം പറയാനുള്ള ടൈം ഉണ്ട്, അല്ലെങ്കിൽ ഡെമോ കാണിച്ച് ഓടി നടക്കാനുള്ള ടൈമുള്ള ആളുകളാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അല്ലെ, നമ്മൾ അതൊരു തെറ്റായ കാര്യമല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. യു ക്യാൻ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷെ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ അനു എല്ലാം പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മുടെ മക്കളെയും വീട്ടിലുള്ള നമ്മുടെ ഫാമിലിനെയൊക്കെ വിട്ട് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല. വി വോണ്ട് ടു ബി അറ്റ് ഹോം ആൻഡ് ദെൻ വി ഹാവ് ടു ക്രിയേറ്റ് എൻ ഇൻകം ഫ്രം അവർ. ആ ഒരു ഫാമിലി ടൈംസ് കോംപ്രമൈസ് ചെയ്യാതെയാണ് നമ്മൾ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ പ്രസൻസിൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത്. ആ സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നതും ആ ഒരു ട്രെയിനിങ്സും കിട്ടുന്നതൊക്കെ ആ ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് മോഡലും നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നതും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് മോഡലാണ്. സോ ഐ ഹോപ്പ് വി ഗേവ് സം വാല്യൂസ് ഫോർ എവ്രി വൺ. നിങ്ങൾക്ക് ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ പേജിൽ നിന്നാണോ നിങ്ങൾ വാച്ച് ചെയ്യുന്നത്, പ്ലീസ് കണക്ട് വിത്ത് ദാറ്റ് പേഴ്സൺ. ആൻഡ് യുനോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രീ ആയിട്ടൊരു വെബിനാർ ഉണ്ട്. ട്യൂസ്ഡേയ്സും തേഴ്സ്ഡേയ്സും ആണ് ആ വെബിനാർ ലൈവ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ പേജിൽ നിന്നാണ് വാച്ച് ചെയ്യുന്നത് അവരുടെ ആ വെബ്സൈറ്റിൽ പോയി നെയിം ആൻഡ് ഇമെയിൽ പ്രൊവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് വെബിനാർ കാണാനുള്ള ലിങ്ക് നിങ്ങളുടെ ഇമെയിലിൽ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ ദേ വിൽ പ്രൊവൈഡ് യു ഓൾ ദ ഡീറ്റെയിൽസ്. ആൻഡ് ദെൻ ഫ്രം ദെയർ യു ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. വെബിനാർ കണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമായി, നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ താങ്ക് യു എവ്രി വൺ. അടുത്ത മിക്കവാറും നമ്മൾ ഫ്രൈഡേ ആയിരിക്കും നെക്സ്റ്റ് വരാൻ പോകുന്നത്. വിൽ ബി കമ്മിങ് വിത്ത് എ ഡിഫറെന്റ് ടോപ്പിക്. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ വീക്ക് ആൻഡ് താങ്ക് യു. Thank you all. Bye. Thank you. Thank you.